സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറെ ഒരു സാധ്യതയുള്ള ഒരു വിഷയമായി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡാറ്റ അനലിറ്റിക്സ് പോലുള്ള മേഖലക്കൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ ഒരു മാറ്റം, ഒരു ഡാറ്റ അനാലിസിന്റെയും ഒരു ഡാറ്റ സയൻസിന്റെയും മേഖലയിൽ ഉണ്ടായിട്ടുണ്ടായ ഒരു വലിയ വികസനം ഈ മേഖലയിൽ ഒരുപാട് തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് നല്ലൊരു സാധ്യതയുള്ള ഒരു മേഖലയായിട്ടാണ് യഥാർത്ഥത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നിൽക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചാൽ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. +2 കഴിഞ്ഞിട്ട് നേരിട്ട് BSc സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. അതോടൊപ്പം തന്നെ പിന്നീട് MSc സ്റ്റാറ്റിസ്റ്റിക്സും മറ്റ് അനുബന്ധ കോഴ്സുകളിലേക്കും ഒക്കെ പോകാൻ വേണ്ടി പറ്റും. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ഡാറ്റാ സയൻസ് എന്നുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു ഏരിയ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് അധ്യാപനത്തിലേക്കും ഗവേഷണത്തിലേക്കും ഒക്കെ പോകാൻ വേണ്ടി പറ്റും. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകരായി ഹയർ സെക്കൻഡറി തലം മുതൽ കോളേജ്, യൂണിവേഴ്സിറ്റി തലത്തിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. പിന്നീട് നമ്മളെ പ്ലാനിംഗ് കമ്മീഷൻ, ആരോഗ്യ മേഖല, ഡെമോഗ്രാഫിക് സ്റ്റഡീസ്, പോപ്പുലേഷൻ സ്റ്റഡീസ് പോലുള്ള മേഖലയിലേക്കൊക്കെ പോകാം. നമ്മളെ പ്ലാനിങ്ങിന്റെയും റിസർച്ചിന്റെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത് കൊണ്ട് തന്നെ ഗവേഷണ മേഖലയിലും സ്റ്റാറ്റിസ്റ്റിക്സിന് ഒരുപാട് പങ്കുണ്ട്. സെൻസസ് പോലുള്ള, അതുപോലെ തന്നെ ഡെമോഗ്രാഫിക് സ്റ്റഡീസ് പോലുള്ള, പോപ്പുലേഷൻ സ്റ്റഡീസ് പോലുള്ള മേഖലയിലും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച ആളുകളുടെ ആവശ്യം അനിവാര്യമാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലേക്കും നിങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിന്റെ പരീക്ഷ എഴുതിയിട്ട് പോകാനുള്ള ഒരു അവസരം സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച ആളുകൾക്ക് കിട്ടും. അങ്ങനെ രാജ്യത്തെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ, അതുപോലെ തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച ആളുകൾക്ക് ധാരാളം സാധ്യതയുണ്ട്. ഇനി ഡാറ്റ അനലിറ്റിക്സ് പോലുള്ള മേഖലയിലേക്ക് അവർക്ക് പോകാനും ഡാറ്റ അനലിസ്റ്റിന്റെയും കമ്പ്യൂട്ടർ സയൻസിന്റെയും ലോകത്തേക്കുള്ള ഒരു വാതിൽ കൂടി സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ തുറക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ഈ നിലക്കൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിന് ധാരാളം സാധ്യതകളുണ്ട്. ഇനി ഇത് എവിടെയൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. BSc ലെവലിൽ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അടക്കമുള്ള വിഖ്യാതമായ പല സ്ഥാപനമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന BStat എന്നുള്ള പ്രോഗ്രാം. ഈ പ്രോഗ്രാം എൻട്രൻസ് വഴിയാണ് പ്രവേശനം. നിങ്ങൾക്ക് എൻട്രൻസിലൂടെ അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിമാസം 3000 രൂപ സ്റ്റൈപ്പൻഡ് വരെ കിട്ടുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് അവസരമുണ്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി അടക്കമുള്ള വിഖ്യാതമായ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ഡിഗ്രി തലത്തിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാം. ഇനി മാത്സ് പോലത്തെ ഡിഗ്രി പഠിച്ചതിന് ശേഷം, അല്ലെങ്കിൽ എക്കണോമിക്സ്, BCom പോലത്തെ ഡിഗ്രി പഠിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ MSc പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും. PG ഡിപ്ലോമ ഇൻ ഡാറ്റ അനലിറ്റിക്സ്, MSc ഡാറ്റ സയൻസ് പോലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷൻസിലേക്കൊക്കെ പോകാനുള്ള ഒരു സൗകര്യം തീർച്ചയായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സിനുണ്ട്. വരാനിരിക്കുന്ന കാലത്ത് ഏറെ സാധ്യതയുള്ള ഒരു മേഖലയായിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സിനെ പരിഗണിക്കുന്നത്.